പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. കൂടെ സ്ത്രീ സൗഹൃദം എന്ന പേരിൽ ജെൻഡർ ടിക്കറ്റിംഗും സൗജന്യ യാത്രയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ്. വെൽക്കം ബാക്ക് ടു സിഗ്നറ്റ് സ്റ്റൈൽ ഹൗസ്. ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ എനിക്ക് ചോദിക്കാൻ ഒന്നേ ഉള്ളൂ, ഈ സൗജന്യ യാത്രയ്ക്കുള്ള പണം നിങ്ങൾ എവിടെ നിന്ന് എടുക്കും? കേരളത്തിന്റെ ഇന്നത്തെ കടം 4.8 ലക്ഷം കോടി രൂപയാണ്. കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു സർക്കാർ എങ്ങനെയാണ് ഇങ്ങനെ സൗജന്യങ്ങൾ വാരിക്കോരി നൽകുന്നത്? 10 വർഷം മുൻപ് കേരളത്തിന്റെ കടം എന്ന് പറയുന്നത് ഏകദേശം 1.57 ലക്ഷം കോടി രൂപയായിരുന്നു. അന്ന് ഒരാളുടെ തലയിൽ 50,000 രൂപയുടെ കടമായിരുന്നെങ്കിൽ ഇന്ന് ഓരോ മലയാളി കുഞ്ഞും ജനിച്ചു വീഴുന്നത് 1.5 ലക്ഷം രൂപയുടെ കടവുമായിട്ടാണ്. 10 വർഷം കൊണ്ട് കടം ഇരട്ടിയായി. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു അസറ്റ് ബിൽഡിംഗ് ഉണ്ടായോ? ഇല്ല. ലോട്ടറിയും മദ്യവുമാണ് ഈ നാടിന്റെ പ്രധാന വരുമാന മാർഗങ്ങൾ. ഏകദേശം 1 ലക്ഷം കോടി രൂപ ഇതിൽ നിന്ന് വരുന്നു. ഇത് വെച്ചിട്ടാണോ നിങ്ങൾ വികസനം പ്രസംഗിക്കുന്നത്? സൗജന്യങ്ങൾ കൊണ്ട് ആരും വികസിച്ചിട്ടില്ല. 5 വർഷം കൊണ്ട് ഈ കടം ഒന്ന് കുറച്ചു കാണിക്കേ. അന്ന് ജനങ്ങൾ നിങ്ങൾക്ക് എണീറ്റ് നിന്ന് കൈയടിക്കും. സൗജന്യങ്ങൾ ഒരു ഭിക്ഷാടന സംസ്കാരമാണ്. വഴിയിൽ കാണുന്ന ഭിക്ഷക്കാരന് നമ്മൾ 1 രൂപ നൽകിയേക്കാം, പക്ഷെ നമ്മൾ അവരെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാറില്ല. അതുപോലെ സ്ത്രീകളായ ഞങ്ങൾക്ക് ഇതുപോലുള്ള ഔദാര്യങ്ങൾ വേണ്ട. ഇത് ഞങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ചെലവഴിക്കുന്നതിലാണ് ഒരു സ്ത്രീയുടെ അഭിമാനം, അല്ലാതെ സർക്കാരിന്റെ സൗജന്യ ടിക്കറ്റിലല്ല. ജോലി നൽകാൻ സർക്കാരിന് കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതുപോലെ എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോളേജുകൾക്ക് അനുമതി നൽകുന്നത്? പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഇവിടെ എന്ത് പ്രതീക്ഷയാണുള്ളത്? നിങ്ങൾക്ക് സ്ത്രീ ശാക്തീകരണത്തോട് അത്രയ്ക്ക് താല്പര്യമാണെങ്കിൽ നിയമസഭയിൽ 50% സീറ്റുകൾ സ്ത്രീകൾക്ക് നൽകും. അതല്ലേ യഥാർത്ഥ പങ്കാളിത്തം? ഈ സർക്കാർ ഓർക്കുക, കേരളം നിങ്ങളെ തിരഞ്ഞെടുത്തത് സൗജന്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഒരു നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് ഇവിടെ തന്നെ പഠിക്കണം, ഇവിടെ തന്നെ ജോലിയും ചെയ്യണം. വിദേശത്തേക്ക് നാടുവിടാൻ താല്പര്യമില്ല. ഇവിടെ നിക്ഷേപങ്ങൾ കൊണ്ടുവരൂ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൂ, എല്ലാ മേഖലകളിലും മിനിമം വേതനം ഉറപ്പാക്കൂ. സ്വകാര്യ മേഖലകളിൽ പോലും പണപ്പെരുപ്പത്തിനനുസരിച്ചിട്ടുള്ള ശമ്പള വർധനവ് ഉറപ്പാക്കൂ. ചെറുകിട സംരംഭങ്ങൾക്ക് ലോൺ നൽകൂ. ചുരുങ്ങിയത് ഒരാൾക്കെങ്കിലും ജോലി നൽകാൻ കഴിയുന്ന രീതിയിൽ ജനങ്ങളെ പ്രാപ്തരാക്കൂ. MLA-മാർക്ക് നൽകുന്ന അനാവശ്യ അലവൻസുകൾ നിർത്തൂ. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ പെൻഷനു വേണ്ടി റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ മാറ്റുന്ന ആ പരിപാടി അവസാനിപ്പിക്കൂ. ഗ്രൂപ്പിസം നിർത്തി നാടിനു വേണ്ടി പ്രവർത്തിക്കൂ. ജനങ്ങളെല്ലാം കാണുന്നുണ്ട്, അവർക്ക് ഒരു സർക്കാരിനോടും പ്രത്യേക വിധേയത്വമില്ല. ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നിങ്ങളെ വലിച്ചെറിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.